ഹായ്, ഗുഡ് ഈവനിങ് BTK ഫാമിലീസ്. നമ്മുടെ അപ്ഡേഷനൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നാളെയോ മറ്റന്നാളോ കൊണ്ടോ അപ്ഡേഷൻ പരിപൂർണമാകും. ഇനി മുതൽ നമുക്ക് നമ്മുടെ BT സ്മാർട്ട് എന്ന ഡീസൻലൈസ്ഡ് വാലറ്റ് മറ്റൊരു ഡീസൻലൈസ്ഡ് വാലറ്റിലൂടെ മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മെറ്റാമാസ്ക്. അതെങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുക, എങ്ങനെയാണ് നമുക്കതിനകത്ത് BT സ്മാർട്ടിനെ ഓപ്പൺ ചെയ്യുക എന്നുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ബാറിൽ മെറ്റാമാസ്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെറ്റാമാസ്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്ന ഒരു ഫോക്സിൻ്റെ ചിത്രവുമായിട്ടുള്ള ഒരു ലോഗോ ആയിരിക്കും ആ ഒരു ഡീസൻലൈസ്ഡ് വാലറ്റിന്. ഇത് സ്ക്രീൻ റെക്കോർഡിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റൊരു ഫോണിലൂടെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒരു ഷെയ്ക്ക് ഉണ്ടാകും, അതെല്ലാവരും ക്ഷമിക്കുക. അപ്പം മെറ്റാമാസ്ക് നമ്മൾ ഡൗൺലോഡ് കൊടുത്തു. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡായി വരുന്നുണ്ട്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ടത്. അതിനുശേഷം മെറ്റാമാസ്ക് നമ്മളത് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്: ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് റിക്കവറി ഫേസ് അല്ലെങ്കിൽ ക്രിയേറ്റ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ട്രസ്റ്റ് വാലറ്റിൻ്റെ 12 ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വാലറ്റ്, ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ വാലറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കാണുന്ന സീക്രട്ട് റിക്കവറി ഫേസിൻ്റെ അവിടെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ 12 കീവേഡ് അടിച്ച് പുതിയൊരു പാസ്വേഡും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാലറ്റ് ഓപ്പൺ ആക്കാം. ഇനി അതല്ല, ഞാനിവിടെ കാണിക്കുന്നത് പുതിയതായിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന് 2 പാസ്വേഡ്, അതായത് ഒരു പാസ്വേഡ് തന്നെ മുകളിലും താഴത്തും നമ്മൾ അടിക്കണം. അത് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ love@1234 എന്നുള്ള ഒരു പാറ്റേണിലായിരിക്കണം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അത് മുകളിലും അടിക്കുക, താഴത്തും അതേപോലെ തന്നെ നമ്മൾ അടിക്കുക. ഓക്കെ, പാസ്വേഡ് രണ്ടും കൺഫേം ആയിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ് കണ്ടീഷൻസ് ഓക്കെ കൊടുത്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ക്രിയേറ്റ് യുവർ വാലറ്റ് എന്നുള്ള ഒരു ഇത്തിരി സെക്കൻഡ് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിക്കുന്ന 12 കീവേഡ് നിങ്ങളൊരു പേപ്പറും പേനയും വെച്ച് എഴുതി വെക്കുക. ഈ 12 കീവേഡ് ആയിരിക്കും നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ സീക്രട്ട് റിക്കവറി ഫേസ്. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച ശേഷം അതേ പ്രകാരം തന്നെ ഒന്നാമത്തെ കോളത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ എന്തായിരുന്നു എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേ ഓർഡറിൽ തന്നെ 12 സീക്രട്ട് ഫേസ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എഴുതി വെച്ച ആ ഒരു 12 കീവേഡ് ഒരിക്കലും വേറെ ഒരാളെ കാണിക്കാനോ അത് നഷ്ടപ്പെട്ടു പോകാനോ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിക്കവർ ആക്കി എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, 12 കീവേഡ് നമ്മളിവിടെ ഓരോ ക്രമപ്രകാരം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ ഇവിടെ കൺഗ്രാജുലേഷൻ ചോദിക്കും, ഡൺ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഓപ്പണായി വരുന്നത് ഇതേറിയം എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിനിലായിരിക്കും നമുക്ക് ഈ വാലറ്റ് കണക്റ്റായി വരുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതേ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്ത് വരിക. ഏറ്റവും മുകളിൽ ഇതേറിയം നെറ്റ്വർക്കിൻ്റെ ഒരു ഇത് കാണാം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ആഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ BNB സ്മാർട്ട് ചെയിൻ ഉണ്ടോ, BNB ചെയിൻ, അത് നമ്മൾ ആഡ് ചെയ്യുക. കാരണം നമ്മുടെ മെറ്റാബിറ്റി വർക്ക് ചെയ്യുന്നത് BNB സ്മാർട്ട് ചെയിനിലാണ്. അത് കൺഫേം ചെയ്യുക. സ്വിച്ച് ടു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം BNBയിലേക്ക് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെറ്റാബിറ്റിയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. അതിന് ഇമ്പോർട്ടൻ്റ് ടോക്കൺ എന്ന് പറഞ്ഞ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
തൊട്ടിപ്പുറത്ത് കസ്റ്റംസ് ടോക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ട കോൺടാക്റ്റ് അഡ്രസ്സാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഗ്രൂപ്പിൽ പോയിട്ട് നമ്മുടെ മെറ്റാബിറ്റിയുടെ പുതിയ കോൺട്രാക്റ്റ് അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ മെറ്റാമാസ്കിലേക്ക് വരിക. ഈ കോൺടാക്റ്റ് അഡ്രസ്സിനെ അവിടെ നമ്മൾ കൊണ്ടുപോയി ആ കോപ്പി ചെയ്തതിനെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മെറ്റാബിറ്റി ടിക്കർ നെയിമും അതിൻ്റെ ഡെസിമലും കാണിക്കും. ടോക്കൺ സിമ്പിൾ മെറ്റാബിറ്റി, ടോക്കൺ സിമ്പിൾ ഡെസിമൽ 12 കാണിച്ചു. നെക്സ്റ്റ് കൊടുക്കുക, ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ മെറ്റാബിറ്റി എന്ന് പറഞ്ഞ കോയിൻ നമ്മുടെ മെറ്റാമാസ്കിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ BT സ്മാർട്ടിനെ ഇതിൽ വർക്ക് ചെയ്യിക്കുക എന്ന് നോക്കാം. അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷൻസ് 4 കാണാം. അതിൽ 4ാമത്തെ ഓപ്ഷൻ ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. ബ്രൗസർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മെറ്റാമാസ്കിൻ്റെ നമുക്ക് ഹോം പേജ് ആയിരിക്കും കയറി വരിക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ എഴുതി വച്ചിരിക്കുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അങ്ങ് മൊത്തം റിമൂവ് ചെയ്യേണ്ട, HTTP // വരെ മാറ്റിയ ശേഷം നമ്മളവിടെ ടൈപ്പ് ചെയ്യുക BT സ്മാർട്ട് -smart.io എന്ന് നമ്മൾ കൃത്യമായി അടിക്കുക. ഇതിപ്പോൾ ഞാൻ അടിച്ചത് അവിടെ ഒരു 6 വിട്ട് പോയതുകൊണ്ടാണ്. നമ്മളൊന്നും കൂടെ ഒന്ന് അടിക്കുക, BT -smart.io എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ BT സ്മാർട്ട് മെറ്റാമാസ്ക് വാലറ്റിൽ ഓപ്പൺ ആവും. കണ്ടോ, ഇതിപ്പോൾ ഓപ്പണായി വന്നു. മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ ക്രോമിൽ എങ്ങനെയാണോ നമ്മൾ ഓപ്പൺ ആക്കിക്കൊണ്ടിരുന്നത് അതേ പ്രകാരം ഇവിടെയും നമുക്ക് ഓപ്പൺ ആക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐഡി കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുക. താഴത്ത് കാണിക്കുന്ന ക്യാപ്ചർ രണ്ടും തമ്മിൽ കൂട്ടി വേണം എഴുതാൻ. 5+4 എന്ന് പറഞ്ഞാൽ 9 എന്ന് ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, വേണ്ടെങ്കിൽ സേവ് ചെയ്യേണ്ട. സേവ് ചെയ്ത് വെച്ചാൽ പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും. ഓക്കെ, ഇത് ലോഗിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മുകളിൽ കണക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. മുകളിൽ കണക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, നമ്മുടെ BT സ്മാർട്ട് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ കണക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കണക്റ്റ് ആയാൽ മാത്രമേ നമുക്കുള്ള ROയും നമുക്ക് അഫിലിയേറ്റ് റിവാർഡുകളും മറ്റുള്ള റിവാർഡുകളും നമ്മുടെ കോയിൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി മുതൽ ക്രോമിൽ നമുക്കത് സാധ്യമാകില്ല. കാരണം അഡീഷണൽ ഒരു സെക്യൂരിറ്റി കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ID യൂസ് ചെയ്യുന്ന ആൾക്കാർ 2 ഫോണിലായിട്ട് ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യണം. ഒരേ ഫോണിൽ തന്നെ ഒരേ മെറ്റാമാസ്ക് വാലറ്റിൽ ഒരിക്കലും നിങ്ങൾ 2 ID ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ID പെർമനൻ്റ്ലി ടെർമിനേഷൻ ചെയ്യുമെന്നാണ് നമ്മുടെ പുതിയ PDF ഫയലിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം IDകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ 2ഓ 3ഓ ഫോണിൽ ഇതേപോലെ മെറ്റാമാസ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ആക്ടിവേഷൻ ചെയ്യുക. അതിൽ ഈ പ്രകാരം തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വരിക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടെന്ന് വെച്ച് നേരെ കയറി ചെയ്യാൻ നിൽക്കല്ല, പല പ്രാവശ്യം കണ്ട്